ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 4ാമത്തെ രാശിയായ കർക്കിടക രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ്, എന്തെല്ലാം ഫലങ്ങളാണ് ഈ നവഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരുവാൻ പോകുക നോക്കാം. ഈ വീഡിയോയിൽ ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ആരോഗ്യം, സാമ്പത്തികം, വിദ്യാഭ്യാസം, ദാമ്പത്യ ജീവിതം, നിങ്ങളുടെ സ്നേഹബന്ധം, ജോലി, ബിസിനസ് എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളെ വക, അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. ഈ പ്രവചനം നിങ്ങളുടെ ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഓഗസ്റ്റിൽ സൂര്യനും ബുധനും 1ാമത്തെ ഹൗസിൽ, 2ാമത്തെ ഹൗസിൽ കേതു, 3ാമത്തെ ഹൗസിൽ ചൊവ്വ, 8ാമത്തെ ഹൗസിൽ രാഹു, 9ാമത്തെ ഹൗസിൽ ശനിദേവ്, 12ാമത്തെ ഹൗസിൽ ശുക്രനും വ്യാഴവും ആണ് ഗോചരം ചെയ്തിരിക്കുന്നത്. ഈ മാസം ആരോഗ്യപരമായി നോക്കിയാൽ കുറച്ചൊരു ശ്രദ്ധ ചെലുത്തുക നിങ്ങളുടെ ആഹാരത്തിൽ. എന്താണെന്നാൽ വയറ് സംബന്ധിച്ച അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ആഹാരത്തിൽ നല്ല നിയന്ത്രണം തന്നെ വേണം. വിദ്യാഭ്യാസപരമായി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഓഗസ്റ്റ് 15 ശേഷം മാത്രം അത് ചെയ്യുക. ഈ സമയം 15 വരെ ഈ സമയം വിദ്യാർത്ഥികൾക്ക് കുറച്ച് അലസതയൊക്കെ വരുന്നതിനുള്ള സമയമാണ് കാണുന്നത്. അവർക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻജോയ്മെൻറ്റിൽ ആയിരിക്കും അവർക്ക് താല്പര്യം. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുക. എന്തെങ്കിലും തീരുമാനമോ എന്തെങ്കിലും കോഴ്സിനൊക്കെ ചേരുവാൻ താല്പര്യമുള്ളവർ ഓഗസ്റ്റ് 15 ശേഷം ചെയ്യുക. എന്താണെന്നാൽ സൂര്യൻ അപ്പോൾ നിങ്ങളുടെ 2ാമത്തെ ഹൗസിൽ വരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ഒരു പ്രശ്നമൊക്കെ വരുന്നത് 12ാമത്തെ ഹൗസിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കുറച്ച് ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 15 വരെ. നിങ്ങളുടെ ലവ് റിലേഷൻ, സ്നേഹബന്ധം നോക്കുന്നത് 5th ഹൗസ്. ഇപ്പോൾ 5th ഹൗസിൻ്റെ സ്വാമിയായ സൂര്യൻ 1st ഹൗസിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയം 1st ഹൗസിൽ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാവമാണ് 1st ഹൗസ്, നിങ്ങളുടെ ലഗ്നം. അപ്പോൾ ലഗ്നത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ സൂര്യൻ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഒരു അഹങ്കാരം, ഇഗോ ഒക്കെ കൂടുന്നതിനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഇഗോ ക്ലാഷ് ഉണ്ടാകാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്നേഹിക്കുന്ന ആൾ